പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം നിങ്ങളോട് പറയാം കേട്ടോ. നമ്മുടെ കൊല്ലം സുധയിലെ മക്കൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ആഗ്രഹിച്ചത് രേണു തുടങ്ങി അതങ്ങോട്ട് സക്സസ് ആവണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ രേണു ഇത് സ്റ്റാർട്ട് ചെയ്തില്ല. പകരം മക്കൾ ബുദ്ധിയോടെ കളിച്ചു. അച്ഛനൊരു നല്ല ഒരു സ്റ്റാൻഡ് സമൂഹത്തിലുണ്ട്, എല്ലാ മലയാളികളിലും ഉണ്ട്. ആ സ്റ്റാൻഡിൽ മക്കൾ മുറുകെ പിടിച്ചു. മൂത്തമൻ ചാനലിൻ്റെ പേര് കിച്ചു ആർടി എന്നാണ്. എല്ലാവരും ഒന്ന് കണ്ട് സബ് ചെയ്ത് കുട്ടികളെ സഹായിക്കണം കേട്ടോ. ഞാൻ കണ്ട വഴിക്ക് തന്നെ സബ് ചെയ്തു. അതാണ് മിടുക്ക്. അമ്മയുടെ പൈസ വരുമാനം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഒരു ജോലി കിട്ടി അതിൽ നിന്നുള്ള വരുമാനം എന്നൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ കുട്ടി ജീവിക്കാൻ പഠിച്ചു. അമ്മോൻ ജീവിക്കാൻ പഠിച്ചു. അതാണ് എങ്ങനെ ജീവിക്കണം എന്നവന് ഈ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലായി. പക്ഷെ അത് മനസ്സിലാകാത്ത ഒരാളാണ് രേണു എന്നും ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോയിട്ട് അവരൊക്കെ പറയുന്നതനുസരിച്ച് അതിനിടയ്ക്ക് ഒരുപാട് കമൻറ്റുകൾ, അഭിനയിക്കാൻ അറിയില്ല, ഇട്ടിട്ട് പോയി കൂടെ എന്ന് ചോദിച്ചിട്ട് അയ്യോ നിറയെ കമൻറ്റുകളാണ്. അതൊന്നും ആ കുട്ടി കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോ മാറി ഓരോ ആണുങ്ങളുടെ കൂടെ, അങ്ങനെ തന്നെ പറയട്ടെ, ആ തോട്ടത്തിലും ഈ തോട്ടത്തിലും ആ പുഴയിലും ആ കടലിലും ഒക്കെ ഇങ്ങനെ നീന്തി തുടിച്ച് വെറുതെ സമയം ലൈഫ് പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു തിരിച്ചറിവ് എന്തുകൊണ്ട് രേണുവിന് ഉണ്ടാവുന്നില്ല? ശരിയായ കമൻ്റ് ഇടുന്നത് ആ കുട്ടി തള്ളിക്കളയുക. എന്നിട്ട് ഈ വിവരദോഷികളിടുന്ന കമൻറ്റുകൾ, ഓ നമ്മൾക്കാർക്കും ചിലവിന് കൊടുക്കാൻ പറ്റില്ലോ, നിനക്ക് ചിലവിന് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു കമൻറ്റ് മര്യാദയ്ക്ക് ഇടുന്ന ഒരാളോട് അടുത്ത ആൾ ചോദിക്കുന്നത് നിനക്ക് ചിലവിന് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അത് അവരുടെ ലൈഫല്ലേ, അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ഇത് ഈ ഷൂട്ടിംഗ് ഒക്കെ ഇല്ലാതെ വരുന്നൊരു കാലം വരും. അപ്പോഴാണ് പഠിക്കുക. ആൾക്കാരെ കൊണ്ടു നടന്ന് ഈ വീഡിയോസ് പിടിക്കുന്ന ഒരു സമയമൊക്കെ ഇല്ലാതെ വരും. അപ്പോൾ മനസ്സിലാവും എൻ്റെ ജീവിതം ഈ കഴിഞ്ഞ കാലങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടുവല്ലോ എന്ന്. അപ്പോൾ ചിന്തിച്ചിട്ടൊരു കാര്യവുമില്ല. ശരിക്കും ആ മോൻ ബുദ്ധിക്ക് കളിച്ചു. ഉയരങ്ങളിൽ സ്വന്തമായിട്ടല്ല, ഒരു കുറച്ച് കൂട്ടുകാർ കൂടിയിട്ടാണ് തോന്നുന്നത്. എന്തായാലും കിച്ചു ആർടി എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മിടുക്കനാവട്ടെ. താഴെ ഒരു അനിയനുണ്ട്. ജീവിക്കണം. ആ വീടൊക്കെ ആരുടെ പേരിൽ പോവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കിച്ചുവിൻ്റെ പേരിലാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നണു. അറിയില്ല അത് എന്താക്കും എന്നൊന്നും. പക്ഷേ ആ മോൻ സ്വന്തമായ ചുവടുകളിൽ ഉറച്ച് ജീവിക്കും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് കിച്ചു ആർടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.